ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറുണ്ട്. അവരുടെ സന്തോഷം സങ്കടം എല്ലാം ഞങ്ങൾ പങ്കിടുന്നു. വയറ് നിറച്ച് ഭക്ഷണോ അതുപോലെ കളർഫുൾ ആയ ഡ്രസ്സോ ഒന്നുമില്ല, നരച്ച കുപ്പായൊക്കെ ഇട്ടിട്ട് അത് തന്നെ തിരുമ്പിട്ടിട്ട് അങ്ങനെയാണ് ഒരു കാലം. കൂട്ടുകാരോടുള്ള ഒരു ഒത്തുകൂടലായതുകൊണ്ട് അവിടെ വരുമ്പോൾ നമ്മളുടെ മനസ്സിന് കുറച്ചധികം ഒരു ചെറുപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 62 വയസ്സൊക്കെ ആയവരുണ്ട്. 61, 62ഒക്കെയാണ് ഞങ്ങൾ പ്രായം. പക്ഷെ ഞങ്ങൾ ഒരു 16 വയസ്സാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. 16 വയസ്സ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദിയിലാണ്. 1979-80 ബാച്ചിന്റെ 3ാം സംഗമ വേദിക്കാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധങ്ങളായ കലാപരിപാടികളോടുകൂടെ വ്യത്യസ്തമായ ഒരു ആഘോഷ ചടങ്ങിനാണ് ഇവിടെ സാക്ഷിയാവുന്നത്. 1979-80 കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ക്ലാസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംഗമവേദിയിൽ പെൺകുട്ടികൾ മാത്രമാണ് ഇവിടെ ഈ ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഭാഗമായി ഇവിടെ സംഗമിക്കുന്നത്. നീണ്ട 45 വർഷങ്ങൾക്കു ശേഷമുള്ള അവരുടെ ഒത്തുചേരൽ ആ പഴയ സഹപാഠികളെ അവരുടെ സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയായിരുന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ 1979-80 ബാച്ചിലെ പെൺകുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് വേറിട്ടതായി തീർന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ഓരോരുത്തരും വീണ്ടും ഒരുമിച്ചത്. ഇത് 3ാം തവണയാണ് ബാച്ചിന്റെ ഒത്തുചേരൽ. ഒരുമിച്ച് ഈ സഹപാഠികൾ നിരവധി യാത്രകളും നടത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ ഒരാളായ ജമീലയുടെ വീട്ടിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ വേദി ഒരുങ്ങിയത്. കളിയും ചിരിയും പാട്ടുകളുമായി അവരുടേതായ ഒരു ലോകത്തിലായിരുന്നു പഴയ ആ 15 വയസ്സുകാരികൾ. 45 വർഷങ്ങൾക്കു ശേഷം വീണ്ടും കണ്ടുമുട്ടാനായതിന്റെ സന്തോഷവും അവർ ഓരോരുത്തരും പങ്കുവച്ചു. 45 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കിയ ആള് വേറെ 2 പേരാണ്. പിന്നെ ഗിരിജ, സതി, ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ 45 കൊല്ലത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളുടെ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കാരണം 45 കൊല്ലം കഴിഞ്ഞില്ലേ. എങ്കിലും ഇപ്പോൾ ഞങ്ങളൊരു 3ാമത്തെ തവണയാണ് ഈ കൂടുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാണ്. ആ ബന്ധം വാട്സപ്പിൽ വളരെ നല്ല രീതിയിൽ പോണു. പിന്നെ ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാറുണ്ട്. അവരുടെ സന്തോഷം സങ്കടം എല്ലാം ഞങ്ങൾ പങ്കിടുന്നു. മിക്സഡ് സ്കൂളാണെങ്കിൽ പോലും പെൺകുട്ടികളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രമായിരുന്നു. അങ്ങനെ ഒരു 3-4 ക്ലാസ്സുകൾ പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിലെ കുറച്ച് പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞ് ഇതുപോലെ ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഞാനാണ് ഇവർക്ക് വീട്ടിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളോ ചെയ്തത്. വളരെ സന്തോഷത്തിലാണ് ഗ്രൂപ്പ് പോണത്. ഈ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 62 വയസ്സൊക്കെ ആയവരുണ്ട്. 61, 62ഒക്കെയാണ് ഞങ്ങൾ പ്രായം. പക്ഷെ ഞങ്ങൾ ഒരു 16 വയസ്സാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. 16 വയസ്സ്. ഞങ്ങളൊക്കെ പഠിച്ചത് ഇല്ലായ്മേടി വല്ലായ്മേടി ഒരു കാലത്താണ്. ഒന്നുമില്ല, വയറ് നിറച്ച് ഭക്ഷണോ അതുപോലെ കളർഫുൾ ആയ ഡ്രസ്സോ ഒന്നുമില്ല, നരച്ച കുപ്പായൊക്കെ ഇട്ടിട്ട് അത് തന്നെ തിരുമ്പിട്ടിട്ട് അങ്ങനെയാണ് ഒരു കാലം. എല്ലാവരും മെച്ചപ്പെട്ട 1-2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നോക്കി നോക്കൂ, എന്തൊരു കളർഫുള്ളാണ്, എന്തൊരു സന്തോഷമാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്ന സന്തോഷവും ഈ വളർച്ചയും. ഞങ്ങളുടെ ഈ സംഗമം പറഞ്ഞ എല്ലാവരും മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് എത്തിച്ചേർന്നവരാണ്. തൃശ്ശൂര്, നിലമ്പൂര്, ഒറ്റപ്പാലത്തു നിന്നൊക്കെ എത്തിയവരുണ്ട്. നമുക്ക് ഒരുപാട് കൂട്ടങ്ങളുണ്ട്, അതായത് കൂട്ടായ്മകളുണ്ട്. വർക്ക് ചെയ്യുന്ന ആ കാലത്തതുണ്ട്, കുടുംബങ്ങളുടേതുണ്ട്, മക്കളതുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളുടെ ചെറുപ്പകാലത്തുള്ള ആ ഒരു കൂട്ടുകാരോടുള്ള ഒരു ഒത്തുകൂടലായതുകൊണ്ട് അവിടെ വരുമ്പോൾ നമ്മളുടെ മനസ്സിന് കുറച്ചധികം ഒരു ചെറുപ്പം തന്നെയാണ്. 45 വർഷത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കാണുകയല്ലേ. അപ്പോൾ ഞങ്ങളുടെ അസുഖങ്ങളെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെല്ലാം തമ്മിൽ പറഞ്ഞു തീർക്കും. ഞങ്ങൾ വളരെ സന്തോഷമാണ്. വർഷത്തെ ഓർമ്മ ഇനി അടുത്ത വർഷം ഈ കൂട്ടായ്മ ആവുന്നവരെ ഞങ്ങൾ ആ ഓർമ്മകൾ അയർക്ക് ഇരിക്കുകയാണ്. പിന്നെ ഫോണിൽ കൂടെ പാട്ടുകളും അസുഖങ്ങൾ അന്വേഷിക്കലും എല്ലാം പാചകവും ഇതിലില്ല, അല്ലാതെ ഒന്നുമില്ല. പിന്നെ പാചകവും ഒക്കെ ഉണ്ട്. നമ്മളെ പ്രായ ഒരു നമ്പറാണെന്ന് തെളിയിക്കുകയാണ് ഞങ്ങൾ. കൂട്ടായ്മയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊക്കെ പറ്റ മൂടിയായിട്ടൊരു ഇതിൽ കഴിഞ്ഞിരുന്ന ആളാണ്. ഞാനൊക്കെ ഇപ്പോൾ ഒരുപാട് ആക്റ്റീവായി ഉഷാറായി. പണ്ട് നമ്മൾ എത്രത്തോളം ശരിക്കും മനസ്സിലാക്കിയിരുന്നില്ല, കാരണം കുറേ ഡിവിഷനത്തെ കുട്ടികളുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് അന്നത്തെക്കാളും കുട്ടികളെ അറിയാം. ഇപ്പൊ പിന്നെ കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുട്ടിയായിരുന്നു, ഇപ്പൊ അമ്മയായാലും അമ്മൂമ്മയായാലും ഒക്കെ ഉണ്ട് ഇതില്. അപ്പൊ കുറേ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാനും
പിന്നെ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതും നമ്മൾ അറിയുന്നുണ്ട്, മറ്റൊന്നും അറിയുമായിരുന്നില്ല. അന്നത്തെ കാലത്തിന്റെ കൂട്ടായ്മ ഉണ്ടല്ലോ, അന്ന് ഫ്രണ്ട്ഷിപ്പ്, ഒരു പൊട്ട് പെൻസിൽ അവിടുന്ന് വാങ്ങിച്ചിട്ടും ഒരു അമ്പായത്തിന്റെ ഇല വാങ്ങിച്ചിട്ടും ഒരു തുള്ളി മഷിയൊക്കെ ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യായിരുന്നു. ഇന്നത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വീട്ടിൽ നിന്ന് എല്ലാം കൊണ്ടെടുത്തിട്ട് ചോറ് ആരെങ്കിലും ഒരാൾ കൊടുന്നാൽ അത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ജീവിതം. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ മാറ്റം കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഇതുണ്ട്, എന്തോ ഒരു അത്ഭുതമാണ്. ഞങ്ങളെ കുട്ടികളെ തന്നെ ഞങ്ങൾ കൊണ്ടു നടക്കണമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കുട്ടികളോട് പറയും ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഇപ്പം എല്ലാവരും അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതൊക്കെ ഒരു പുച്ഛാണ് ഞങ്ങളെ കാര്യത്തിൽ. ഡ്രസ്സാണെങ്കിൽ പോലും 1-2 ഡ്രസ്സുകളൊക്കെയായിരുന്നു ഞങ്ങളെ കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ എന്താ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു കാര്യം, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് ആ പഴയ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും പരസ്പരം താങ്ങും തണലുമാണ്. അവരുടേതായ യാത്രകളും കൂടിച്ചേരലുകളും ഇനിയുള്ള നാളുകളിലും മനോഹരമായി തീരട്ടെ. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, pride of generations. Bypass Road,